എവിടെയാണ്? നാട് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന ദേശത്ത് തുരുത്തി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. പേര്? പേര് സുകുമാരി ശശിധരൻ. ശശിധരൻ. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. മൂത്തത് ആൺകുട്ടി, ഇളയത് 2 പെൺകുട്ടികൾ. മൂത്ത കുട്ടി ആണ്, രണ്ടാമത്തെ കുട്ടികൾ 2 പെൺകുട്ടികൾ. മൂത്ത പെൺകുട്ടിയെ കോട്ടയത്ത് വിവാഹം ചെയ്ത് അവളിപ്പം ദുബായിലാണ് ഭാര്യയും ഭർത്താവും കുട്ടിയായിട്ട് പോയിരിക്കുന്നത്. ഇളയ മോളെ നാട്ടിൽ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു. അവൾക്ക് 2 പെൺകുട്ടികൾ. അവൾക്ക് ജോലി റെയിൽവേയിലാണ്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്നത്? ഇപ്പോൾ എന്നെ വിവാഹം കഴിച്ചത് വൈക്കം താലൂക്കിലെ കുലശേഖരമംഗലം എന്ന വില്ലേജിലെ കൂട്ടുമേൽ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ സർപ്പക്കാവിൽ പൂജയൊക്കെ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇന്ന് പൂജയിൽ സംബന്ധിക്കാൻ വന്നതാണല്ലേ? അതെ, എൻ്റെ കുടുംബത്തിൻ്റെ കാവാണ്. ആ കാവിൽ എല്ലാവരും സംബന്ധിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴുള്ള തലമുറയിൽ ഏതാണ്ട് 2ാമത്തെ ആളാണ് ഞാൻ. മൂത്തത് ചേച്ചി, 2ാമത്തെ ആൾ ഞാൻ. ഞങ്ങളുടെ കീഴിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ സുകുമാരി ചേച്ചി നല്ല വായനക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വായിക്കുന്നത്? ഞാൻ പുരാണങ്ങളെല്ലാം വായിക്കും. ഭാഗവതം, ശിവപുരാണം, ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം, സ്കന്ദപുരാണം, ശിവപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഈ പുരാണങ്ങളൊക്കെ വായിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലാണ് കൂടുതലും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയൊക്കെ എഴുതും, കഥയൊക്കെ എഴുതും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതെപ്പോഴും മുതലാണ് എഴുതാൻ തുടങ്ങിയത്? കൊച്ചു പ്രായത്തിൽ എഴുതിയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എഴുതിയിട്ടുണ്ട്. അത് വിട്ടുപോയി. അതിനുശേഷം ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഞാനിത് വീണ്ടും തുടങ്ങിയത്. ഭർത്താവിൻ്റെ മരണമാണ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ചേച്ചി എഴുതിയ കവിത പിന്നെ ഇവിടെ പാടുന്നതായിരിക്കും അല്ലേ? വരികൾ ഇവിടെ പാടാമല്ലോ. പാടുന്നതിന് കുറ്റമില്ല. ഞാൻ കവിതയ്ക്ക് അല്പം നീളക്കൂടുതലുണ്ട്. സാരമില്ല, എന്നാലും ചേച്ചിയുടെ കവിത ഇവിടെ കേൾക്കട്ടെ. കേൾക്കാം. എൻ്റെ ഭർത്താവും ഞാനുമായിട്ട് കാണുന്നൊരു സ്വപ്നമാണ് എൻ്റെ കവിതയുടെ ഉള്ളടക്കം. ഇന്നലെ കണ്ടു ഞാൻ സ്നേഹസ്വരൂപനെ, ഉമ്മറവാതുക്കൽ വന്നു നിൽക്കേ. സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചുടു ചുംബനം നൽകി. അവൻ തിരുനെറ്റിമേലവൻ നൽകി. കുറുനിര കോതി പുതുക്കാത്തതെന്തേ നീ, കുങ്കുമപ്പൊട്ടൻ്റെ തൊട്ടിടാത്തേ. കുറുനിര കോതി പുതുക്കാത്തതെന്തേ നീ, കുങ്കുമപ്പൊട്ടൻ്റെ തൊട്ടിടാത്തേ. ഇങ്ങനെ ഇതുവരെ കണ്ടില്ല ഞാൻ നിന്നെ, ഇങ്ങനെ ഇതുവരെ കണ്ടില്ല ഞാൻ നിന്നെ. ഒരു നാളും വേണ്ടെന്ന് നനച്ചുപോയോ, ഒരു നാളും വേണ്ടെന്നു നനച്ചുപോയോ. വരുമെന്ന് ചൊല്ലാതെ പിരിയുന്ന പക്ഷി നിൻ ചിറകിലൻ സ്നേഹത്തിൻ വർണ്ണമുണ്ടോ. വരുമെന്നു ചൊല്ലാതെ പിരിയുന്ന പക്ഷി നിൻ ചിറകിലൻ സ്നേഹത്തിൻ വർണ്ണമുണ്ടോ. പറയാതെ കരുതി ഞാൻ മനതാരിൽ കാത്തതാം, പറയാതെ കരുതി ഞാൻ മനതാരിൽ കാത്തതാം. അപ്പോൾ കവിത വളരെ നന്നായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ദേശശബ്ദം പുസ്തകത്തിൽ 1001 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ 1001 പേരുടെ 12 വരിയിൽ കവിയാത്ത കവിത സമാഹാരം ഇറങ്ങുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ഉള്ള. അപ്പോൾ അതിലേക്ക് ചേച്ചിയുടെ 12 വരി കവിത നമുക്കിതുപോലെ കാണാം. അപ്പോൾ നന്നായി പാടുന്ന ചേച്ചി ഇതുവരെ കവിതാ പ്രസിദ്ധീകരണങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ? ഇല്ല.
അപ്പോൾ ഇത് ആദ്യമായിട്ട് ചേച്ചിയുടെ കവിത ഇതിൽ പ്രസിദ്ധീകരിച്ച് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇത് 12 വരിയിൽ ഒതുക്കിയിട്ട് മറ്റൊരു കവിതയോ അല്ലെങ്കിൽ ഈ കവിത തന്നെ 12 വരിയിൽ ഒതുക്കിയിട്ട്, ഇത് വളരെ നന്നായ കവിതയാണ്, അപ്പോൾ അത് ഒതുക്കിയിട്ട് നമുക്കിതിൽ പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ചേച്ചി എന്തായാലും മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രത്യാശിക്കാം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു.